ഈശോയുടെ വാക്കുകളും പ്രവർത്തികളും സാന്നിധ്യവുമാണ് ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം? ഈശോയുടെ വാക്കുകളും പ്രവർത്തികളും സാന്നിധ്യവുമാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ച്. ഈശോ തന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. ഈശോ വന്ന് നിന്നിട്ടാണ് പറഞ്ഞത്, ആര് സമീപിച്ചിരിക്കുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഈശോ വന്ന് നിന്നിട്ട് പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ അനുദപിക്കുവിൻ. നിങ്ങളുടെ റോൾ എന്താണ്? അനുദപിക്കുക. എന്ത് കണ്ടിട്ട് അനുദപിക്കണം? ദൈവരാജ്യത്തെ കണ്ടിട്ട്, ഈശോയുടെ വാക്കുകൾ കേട്ട്, ഈശോയുടെ പ്രവർത്തികൾ കണ്ട്, ഈശോയുടെ സാന്നിധ്യം കണ്ട് നമ്മൾ അനുദപിക്കണം. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്, നമ്മെ അനുതാപത്തിലേക്ക് വെളിച്ചം വീശുന്ന, ക്ഷണിക്കുന്ന സാന്നിധ്യം. ഞാൻ ഈശോയെ പോലെ ആകാത്തത്, അതിനെ ഓർത്താണ് ഞാൻ അനുദപിക്കേണ്ടത്. കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പറയണം, എനിക്ക് ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഈശോ കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കാൻ കഴിഞ്ഞില്ല. ഈശോ എളിമയുള്ളവനായി തന്നെ തന്നെ ദാസനാക്കി മാറ്റിയതുപോലെ എനിക്ക് എളിമയോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. പകരം ഞാൻ അഹങ്കരിച്ച് അർമാദിച്ച് നടന്നു. ക്ഷമിക്കുന്നതിന് പകരം വൈരാഗ്യ ബുദ്ധി വെച്ചുകൊണ്ട് നടന്നു, വിദ്വേഷം വെച്ചുകൊണ്ട് നടന്നു, വെറുപ്പ് വെച്ചുകൊണ്ട് നടന്നു. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഈശോ തന്നെ തന്നെ പരിത്യജിച്ച് സ്വയം ഇല്ലാതാക്കിയതുപോലെ എനിക്ക് എന്നെ തന്നെ പരിത്യജിക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം ഞാൻ പലതും സ്വരുക്കൂട്ടാനാണ് പരക്കം പാഞ്ഞ് നടന്നത്. therefore സോറി. മാനദണ്ഡം ഈശോയാണെന്ന്, ദൈവരാജ്യം ഈശോയാണ്. ഈ ദൈവരാജ്യത്തെ നോക്കി ഞാൻ അനുദപിക്കുകയാണ്.